എന്താണ് കീം എക്സാം? അപ്പം നമുക്കറിയാം +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ കോഴ്സുകളിലേക്കായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻസ് നേടും. അപ്പം നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും +2 കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് MBBS എടുത്തൊരു ഡോക്ടർ ആവാം, അതേപോലെ തന്നെ അഗ്രികൾച്ചർ, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, ഈവൻ നമ്മളൊരു ഡിഗ്രിക്ക് പോകണമെങ്കിൽ പോലും നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ്റെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലേറ്റവും സുപരിചിതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വേർഡാണ് കീം, അഥവാ ഈ കീം എൻട്രൻസ് എക്സാം എന്താണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ബേസിക്കലി ഈ കീം എക്സാമിൻ്റെ അണ്ടറിൽ എന്തൊക്കെ കോഴ്സുകളാണ് വരുന്നത്, ഇതിന് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് കീം എക്സാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. സോ കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളിലുള്ള എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്ക് എല്ലാത്തിനും ആ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാമാണ് നമ്മളുടെ ഈ ഒരു കീം എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കീം എക്സാമിൻ്റെ അടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എന്തൊക്കെ കോഴ്സുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് കോഴ്സ് നോക്കിക്കേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കീം എക്സാം എഴുതിയാലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും അല്ലെങ്കിൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് കീം എക്സാം ആണെന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ സ്വാഭാവികമായിട്ടും നമ്മളുടെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടണമെങ്കിൽ നിങ്ങൾ കീം എഴുതണം. സോ കീമിൻ്റെ അണ്ടറിലാണ് എഞ്ചിനീയറിംഗ് വരുന്നത്. അതേപോലെ തന്നെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ്, അതായത് ബിഫാം പോലെയുള്ള ഫാർമസി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കീം എക്സാം എഴുതണം. അതേപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. കീം എക്സാം രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ, കീം എക്സാം എഴുതണം. അതേപോലെ തന്നെ ആർക്കിടെക്ചർ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടത് കീമാണ്. ഇനി ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ മെയിൻ ആയിട്ട് നമ്മുടെ കീം എക്സാം എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക്, ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രീംസിന് അഡ്മിഷൻസ് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ റാങ്കിനനുസരിച്ചാണ്. ഏകദേശം നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡ് നോക്കുകയാണെങ്കിൽ 42ഓളം ബ്രാഞ്ചുകളാണ് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് പഠിക്കാൻ വേണ്ടിയിട്ട് 42 ബ്രാഞ്ചസ് ആണുള്ളത്. ഇനി അതേപോലെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ മൊത്തം 12 കോഴ്സുകളാണുള്ളത്. അതിൽ 6 എണ്ണം മെഡിക്കൽ ഫീൽഡും ആൻഡ് 6 എണ്ണം മെഡിക്കൽ അലൈഡ് ഫീൽഡിലേക്കുമാണ് വരിക. അതിലത്തെ മെഡിക്കൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് MBBS, അതുപോലെ തന്നെ BDS, BAMS, BUMS, BSMS ആൻഡ് BHMS. ഇത്രയും കോഴ്സുകളാണ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ, അതേപോലെ തന്നെ ഫിഷറീസ്, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ദെൻ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, അതേപോലെ തന്നെ നമ്മളുടെ അനിമൽ ഹസ്ബൻഡറി. ഇത്രയും കോഴ്സുകളാണ് മെഡിക്കൽ അലൈഡ് ബേസ്. അപ്പോൾ മൊത്തം 6+6 12 ബ്രാഞ്ചുകളാണ് നമ്മുടെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് വരുന്നത്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കോഴ്സുകൾ ഉണ്ടെങ്കിൽ പോലും കീം എക്സാം മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടിയെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഫാർമസിക്കും അതേപോലെ തന്നെ എഞ്ചിനീയറിങ്ങിനും മാത്രമാണ്. ആൻഡ് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഇത്രയും കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെഴുതണം? അതൊരു ഓൾ ഇന്ത്യ ദേശീയ തലത്തിലുള്ള നീറ്റ് എക്സാം എഴുതണം. ഇപ്പോൾ നിങ്ങൾക്ക് MBBS കേരളത്തിലുള്ളിലുള്ള MBBS കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈവൻ BDS ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ നീറ്റ് എക്സാമാണ് എഴുതേണ്ടത്. അപ്പോൾ പിന്നെ എന്തിനാണ് കീം എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾ നീറ്റ് എക്സാം എഴുതി നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടി, പക്ഷേ നിങ്ങൾക്ക് കേരളത്തിലുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കീം എക്സാം രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കീം എക്സാം നിങ്ങൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ MBBS അല്ലെങ്കിൽ ഡോക്ടർ നോക്കുന്ന മക്കളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് നോക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട, ക്രാക്ക് ചെയ്യേണ്ട എക്സാം എന്ന് പറയുന്നത് നീറ്റ് എക്സാമാണ്. ഒരിക്കലും നിങ്ങൾ കീം എക്സാം എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ കേരളത്തിലുള്ള കീം എക്സാമിൻ്റെ ഈ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ ഫിൽ ചെയ്തിരിക്കണം. അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടിയെടുക്കാൻ പറ്റുള്ളൂ.
ക്ലിയർ ആണല്ലോ. ആൻഡ് കീം എക്സാം മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റുന്ന സ്ട്രീമുകളാണ് നമ്മുടെ എൻജിനീയറിങ്ങും അതേപോലെ തന്നെ ഫാർമസി കോഴ്സുകളും. അപ്പം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ എൻജിനീയറിംഗ് കോളേജുകളിലേക്കുമുള്ള അഡ്മിഷൻസ് നമ്മുടെ കീം വഴിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബി ഫാം അല്ലെ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള കോഴ്സുകളായിട്ടുള്ള ബി ഫാമിലേക്കൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കീം എക്സാം മാത്രം എഴുതിയാൽ മതി. ആ കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. അപ്പോൾ കുറേ പേരുടെ ഒരു ഡൗട്ടാണ് കീം എക്സാം എഴുതിയാൽ MBBS അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. കീം എക്സാം രജിസ്റ്റർ ചെയ്യണം, പക്ഷെ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട എക്സാം നീറ്റ് എക്സാം ആണെന്ന് ആലോചിക്കാം. ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം കീം എക്സാമിൻ്റെ പാറ്റേൺ. ഇപ്പോൾ നീറ്റ് എക്സാം ഒക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി റാങ്ക് ആണ് എടുക്കുക. +2ൻ്റെ മാർക്സ് നിങ്ങൾക്ക് അത് എഴുതാനുള്ള മിനിമം എലിജിബിലിറ്റി മാർക്ക് മതി. പക്ഷേ കീം എക്സാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം, അതായത് നിങ്ങളുടെ കീം എക്സാമിൻ്റെ സ്കോറ് 50%, അതേപോലെ തന്നെ +2ൻ്റെ എക്സാം, +1ൻ്റെ റിസൾട്ട് നോക്കുന്നില്ല, +2ൻ്റെ മാത്രം സ്കോറ് 50% എടുത്തിട്ടാണ് 100% നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കീം എക്സാമിന് നമ്മുടെ +2ൻ്റെ മാർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, +2ൻ്റെ മാർക്സ് ഏറ്റവും ബെസ്റ്റായിട്ട് വായിക്കും. ഇപ്പോൾ 100% നിങ്ങൾ കീം, അതായത് നിങ്ങളുടെ +2ൻ്റെ എക്സാമിന് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കീം റാങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. സോ ഒരു എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി ഒക്കെ റിലേറ്റ് ചെയ്ത് കീം എക്സാം എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും +2 നന്നായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ നിന്ന് +1ലേക്ക് പോകുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് +1 ലാവിഷാവാലോ, ഒരിക്കലുമില്ല. നമ്മുടെ കീം എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് +1 ആൻഡ് +2 തന്നെയാണ്. അപ്പോൾ ഈ +1ഉം +2ഉം നിങ്ങൾ നന്നായിട്ട് പഠിച്ചാലാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കീം എക്സാം ഒറ്റ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്തിക്കാൻ പറ്റും, പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ അതിന് ഫസ്റ്റ് മുതലേ സിലബസ് നന്നായിട്ട് കവർ ചെയ്ത് പോരുകയാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ +2ൻ്റെ മാർക്സ് ഏറ്റവും ബെസ്റ്റായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ എക്സാംസും കാര്യങ്ങളും ഒക്കെ ടഫായിട്ട് വരികയാണ്. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കീം എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ടോപ്പായിട്ടുള്ള ഒരു റാങ്ക് കിട്ടാതെ വരും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ട്രീം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടക്കുന്ന കോളേജുകളിലേക്ക് നിങ്ങൾക്ക് കിട്ടാതായി വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, കീം എക്സാം എന്താണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇനിയും കീം എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. സോ അതിന് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.